കണ്ണൂർ മാടായിപ്പാറയിലെ പലസ്തീൻ അനുകൂല പ്രകടന വിവാദത്തിൽ രാഷ്ട്രീയ വിശദീകരണവുമായി CPIM രംഗത്ത് വന്നു. ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ മാടായിപ്പാറയിൽ നടത്തിയ പലസ്തീൻ അനുകൂല പ്രകടന വിവാദമായിരുന്നു. വിഷയത്തിൽ BJP, SDPI, ജമാഅത്തി സംഘടനകൾ വർഗീയ ഇടപെടലിന് ശ്രമം നടത്തുന്നുവെന്നാണ് CPIM വിശദീകരിക്കുന്നത്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം മോർണിംഗ് ഷോയിൽ വരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്, പറയൂ. SKN തിരുവോണ ദിനത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഗമായിട്ടുള്ള വനിതാ സംഘടന ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ നടത്തിയ പലസ്തീൻ അനുകൂല പ്രകടനത്തെ തുടർന്നാണ് വിവാദങ്ങളുടെ തുടക്കം. അന്ന് പോലീസ് GIO സംഘടനയിലെ അന്ന് പരിപാടി നടത്തിയ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ ആ പ്രകടനത്തിൽ മുഴക്കി എന്നായിരുന്നു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ ചൂണ്ടിക്കാണിച്ചത്. മാടായിപ്പാറ ദേവസ്വം ഭൂമിയാണ്. ദേവസ്വം ഭൂമിയിൽ അതിക്രമിച്ചു കയറി ഇത്തരത്തിൽ വർഗീയ പ്രചാരണം നടത്തി എന്നാരോപിച്ചുകൊണ്ട് ഈ GIO സംഘടനക്കെതിരെ BJPയുടെ ജില്ലാ കമ്മിറ്റി അതിന് തൊട്ട് പിറ്റേ ദിവസം മാടായിപ്പാറയിൽ മറ്റൊരു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചിരുന്നു. അതിനെതിരെയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. അതിലും ഈ വർഗീയ പ്രചാരണം നടത്തുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ ഉണ്ടായി. സമൂഹത്തിൽ ലഹള ഉണ്ടാക്കുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ അതിലും മുഴക്കി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പോലീസിൻ്റെ നടപടി ഉണ്ടായത്. അതങ്ങനെ ഇത്തരത്തിലൊരു വർഗീയ രീതിയിലേക്ക് ഇതിൻ്റെ പ്രചാരണം ഈ പലസ്തീൻ അനുകൂല പ്രകടനത്തെ തുടർന്നുണ്ടായ വിവാദം മാറുന്നു എന്നതായിരുന്നു യാഥാർത്ഥ്യം. അതിന് പിന്നാലെ ഇന്നലെ SDPIയും ഈ വിഷയത്തിൽ പ്രതിഷേധ സംഘവുമായി രംഗത്തെത്തി. GIO സംഘടനയിലെ പ്രവർത്തകർക്കെതിരെ കേസെടുത്തതിനെതിരെയായിരുന്നു SDPIയുടെ പ്രതിഷേധം. ഇതിൽ CPIM രാഷ്ട്രീയ വിശദീകരണം നടത്താൻ ഉദ്ദേശിക്കുന്നത് ഈ മൂന്ന് സംഘടനകളും ഈ മാടായിപ്പാറ കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ആ കേന്ദ്രത്തെ വർഗീയ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് CPIM അത് ജനങ്ങളോട് വിശദീകരിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.